മൂന്നാളേ ഉള്ളൂ. ഇപ്പൊ ഏച്ചിന്റെ പേര് ഷൈമ. നമ്മളെ ഏച്ചിന്റെ പേര് ഷൈമയാണ് കേട്ടാ. ഇവരോട് ഇപ്പൊ നമ്മ ചക്കയെ കൊണ്ടിട്ട് എന്തെല്ലാം ചെയ്യലാங்கிறத കേൾക്ക പോறோம். ഓക്കേ, நீங்க அப்படியே படிச்சுக்கோங்க. നിങ്ങൾക്ക് മലയാളം മനസ്സിലായെങ്കിൽ എന്താ പോലെ മനസ്സിലായെങ്കിൽ മനസ്സിലാക്കിക്കോ. ഓക്കെ, കുറച്ച് സൗണ്ടില് പറയണം കേട്ടാ. ചിരിക്കുന്ന പറഞ്ഞോ. വീഡിയോ ഉണ്ടല്ലുള്ളത്. ഓക്കെ, ചക്കയുണ്ട്. ചക്ക വിഭവങ്ങൾ നമ്മള് ചക്കയെ പറ്റി പറയുന്നതിന് മുന്നാടി അതിലൊരു സാധനമുണ്ട്. ചക്കയാടാ പറയാ വീഡിയോ ആദ്യം മുന്തിരി കഴിഞ്ഞിട്ട് അതിവിടെ എഡിറ്റ് ചെയ്തോളൂ. പിന്നെ നമ്മള് ചക്ക ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ ഒന്നും കിട്ടുന്നുണ്ട്. ചക്കക്കുരു കൊണ്ട് ഉണ്ടയാക്കുന്ന ഉൽപ്പന്നങ്ങൾ ചക്കക്കൊട്ടை இருக்குல்லங்க, நம்ம ஊர்ல பலாக்கொட்டை சொல்லுவோம்ல, அதை வச்சுட்டு என்ன செய்யலாங்கிறத நம்ம சைமா சொல்லுவாங்க. അത് വറുത്തിട്ട് ഉണ്ടയാക്കുന്നത്. അത് പിന്നെ ചക്കേന്റെ ചുളയുണ്ട്, അത് നമ്മള് ചിപ്സാക്കും. ചിപ്സ് അല്ലെങ്കിൽ ചക്കേനെ കൊണ്ട് പ്രഥവനാക്കും. പ്രഥവൻ അല്ലെങ്കിൽ ചക്ക മടൽ പായസം. அதாவது நம்ம இந்த பலாப்பழத்தை வச்சுட்டு பாயசம் ஆக்கலாமா. பின்ன பலாக்கொட்டைய வந்து വറുത്തിട്ട് ഉരുണ്ടை പിടിച്ച് വെക്കണം. ഓക്കെയാ. പിന്നെ ചക്ക കൊണ്ട് നമ്മള് മടലെടുത്തിട്ട് ചിപ്സ് പോലെ വറവാക്കും. ചക്കയുടെ മടൽ എന്ന് പറഞ്ഞാല് ചക്കേന്റെ തോലി, പെരിയുടെ തോൾ പോലെ இருக்கும்ல, അതിന്റെ പച്ച എത്തിക്കളഞ്ഞിട്ട് അതിനെ കൊണ്ട് തോരനുണ്ടാവും. அந்த பச்சை இருக்குல்லங்க, வெளியில முள்ளா அதெல்லாம் செத்திட்டோம்னு வச்சுக்கோங்களேன், തോരനുണ്ടാവും. മറ്റേ அதை வச்சுட்டு கூட்டாக்கலாமா. പിന്നെ സാധാ ചക്കച്ചോള കൊണ്ട് നമ്മള് പിന്നെ പാചകം ചെയ്യും. പുഴുങ്ങിയിട്ട് ചക്ക അവിച്ചിട്ട്. ഓക്കെங்களா, ചക്കപ്പുഴുക്ക് പിന്നെ അട ചക്കച്ചോളേനെ കൊണ്ട് അട. പഴുത്ത ചക്ക മിക്സിന്ന് അടിക്കുമ്പോൾ അരിപ്പൊടി ചേർത്തിട്ട് വെല്ലം കൂട്ടിട്ട് കുഴച്ചിട്ട് പിന്നെ அதாவது பலாப்பழம் இருக்குல்லங்க, அதை வந்துட்டு மிக்ஸில ஃபர்ஸ்ட் நம்ம அடிச்சிட்டு அதுல பச்சரிசி சேர்ப்பீங்களா? പൊടിയില്ലേ പച്ചരി, അത് വിളയിക്കണ്ടേ? പൊടിയായാലും അത് പറയണ്ടേ? ചക്ക വിളയിക്കണ്ടേ? വെല്ലം ഇട്ടിട്ട് മിക്സിന്ന് അടിക്കുന്നില്ലേ, വെല്ലം കുറുക്കിപ്പായിരുന്നു. അങ്ങനെ വെല്ലം കുറുക്കിപ്പാറിഞ്ഞിട്ട് ചക്ക മിക്സിന്ന് അടിച്ചിട്ട് വേവിച്ചത് മിക്സിന്ന് അടിക്കും. വെല്ലം കുറുക്കി എന്നിട്ട് നമ്മള് അരിപ്പൊടിയിൽ തേങ്ങാപ്പൂളും കൊത്തു തേങ്ങ എല്ലാം ഇട്ടിട്ട് കുഴച്ചിട്ട് നമ്മളെ ഇലയിലാക്കിയിട്ട് ആവിയിൽ വെച്ച് കൊയ്ക്കും. അന്നേരം ഇലയടിയായി. പഴുത്ത ചക്ക വേവിച്ചിട്ട് നമ്മള് പത്തിരി പൊടിയാലും മതി. പത്തിരി പൊടിയാലും തേങ്ങ ഏലക്കായ എല്ലാം ഇട്ടിട്ട് അടപോളം ആക്കുമല്ലേ, എന്നിട്ട് പരത്തിട്ട് ആവിക്ക് വെക്കും. ஓகேங்க. அதாவது பலாச்சோள அந்த பலாப்பழம் இருக்கு பாத்தீங்களா, அதை வந்துட்டு ஃபர்ஸ்ட் அவிய வைக்கிறாங்க. அவிய வச்சுட்டு அதை மிக்சியில நல்லா கிரைண்ட் பண்ணிட்டு அதுல வந்துட்டு புழுங்கல் அரிசி இல்லைன்னா பச்சரிசியோட மாவு போட்டு ஏலக்காய் தேங்காய் பூ இதெல்லாம் போட்டு நல்லா பிடிக்கிற சைஸ்ல இങ്ങനെ வச்சுட்டு அடை மாதிரி இலையில வச்சு தட்டி மடக்கி வச்சுட்டு ஆவியில வேக வச்சிருக்காங்க. அதை நம்ம ஊர்ல நம்ம இட்லி குண்டான் பாத்தீங்கன்னா அந்த இட்லி குண்டான்ல வச்சுட்டு வேக வச்சிடணும். ஓகே, அவ்வளவுதான். இலை அடை അച്ചാറാക്കലാമാ. ചമ്മണീനെ കൊണ്ട് ചക്കച്ചമ്മണിയില്ലേ, ഉള്ളിലെ ചമ്മണി, ചൊളേന്റെ ഉള്ളിലുള്ള ചമ്മണി. ചക്ക എടുക്കുമ്പോ ഒരു വെള്ള ചമ്മണിയില്ലേ, കുരുവിലെ പറ്റി പിടിച്ചിട്ടുണ്ട്. അത് പൊടി, അതിന്റെ ചക്കേന്റെ പൊടി കൊണ്ടു. ചക്കേന്റെ മേലെയുള്ള ഒരു നൂല് പോലത്തെ ഒരു സാധനം വെള്ള ചക്കേന്റെ പൊടി കൊണ്ട് നമ്മള് ചമ്മണി അതിനെ കൊണ്ട് അച്ചാറാണ്. பலாப்பழம் இருக்கு பாத்தீங்களா, பலாக்கொட்டை, இது பலா சொலை கவர் செய்த ஒரு சம்மணி. ஓகேயா, அதை வச்சுட்டு அச்சாறு, ஊறுகாய்
ஊறுகாய் ஓகேங்களா ஊறுகாய் ஆக்குவாங்களாம் அது என்னன்னு பாத்துக்கணும் ஓகே പിന്നെ അതിന്റെ പോണ്ടിയോണ്ട് വിഭവങ്ങളാക്കും അതിന്റെ ചക്കേന്റെ ഉള്ളിൽ കുരുവിന്റെ ഉള്ളിൽ പോണ്ടി ഉണ്ട് അത് നമ്മള് ഞങ്ങനെ മുന്നെ போண்டி പറഞ്ഞാല് പലാക്കൊട്ടയെ കവർ ചെയ്യുന്ന കുരുവിന് കവർ ചെയ്യുന്ന അതിനെ കൊണ്ട് ആക്കും അതിന്റെ പൊടി ஏங்க நம்ம வந்துட்டு சக்க குரு அதாவது பலா பொட்டைய சுத்திட்டு ஒரு தோல் மாதிரி இருக்கு பாத்தீங்களா அதெல்லாம் நம்ம வேஸ்டா தூர போடுவோம் അല്ല തൂളി എടുക്കരുത് തൂളി அதை വച്ചിട്ട് തൂളിയല്ല കുരുവിന്റെ മേലെയുള്ള കവറിങ് അല്ല അതിന്റെ മേലെ വേറെ സോഫ്റ്റ് ആയി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതില്ലേ നമ്മളിപ്പോ അടിയിലൊരു ചക്ക തിന്നു കഴിഞ്ഞാൽ മിനിസം പത്തിരുന്നാലെന്താ അത് എടുത്തിട്ട് ചക്കക്കുരു കൊണ്ട് പ്രഥമനാക്കുന്നു വട പരിപ്പ് വട പോലെയാണ് ചക്കക്കുരു കൊണ്ടിട്ട്